തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപിന്നി അടുത്തുള്ള ഒരു പത്തുമണിപ്പാടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാശ്മീരിലെ തുളിപ്പാടം പോലെ പരന്നു കിടക്കുന്ന വിശാലമായ സ്ഥലത്ത് ഒരുപാട് കൃഷി ചെയ്യുന്ന ഈ പത്തുമണിപ്പാടം അടിപൊളിയാണ്, വളരെ മനോഹരമാണ്. ഒരു സംരംഭത്തെ അത് വിജയത്തിലെത്തിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. അങ്ങനെ ഒരു വ്യത്യസ്ത ആശയം, അതായത് ഒരു പത്തുമണിച്ചെടി കൃഷി ചെയ്ത് വിജയത്തിലെത്തിച്ച ഒരു ഫാമിലിയെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ പത്തുമണിച്ചെടികളുടെ ബിസിനസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. തൈ നട്ട് 20-ാം ദിവസം അത് പൂവാകുന്നു. 30-35 ദിവസം ആകുമ്പോഴത്തേനും നമുക്കത് അതിൻ്റെ തണ്ടുകൾ വിറ്റ് സെയിൽ ആരംഭിക്കാം. ഇവിടെ ഇത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ തൈ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്. ഈ വീഡിയോയിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ കൃഷി ചെയ്യുന്നു, അതുപോലെ തന്നെ ചന്ദ്രാപിന്നി സ്കൂളിൽ പഠിക്കുന്ന ആളുടെ മകനുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഗാർഡന്. അപ്പോൾ അങ്ങനെ സ്കൂളിൻ്റെ ലെവലിൽ നിന്നും ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു ഗാർഡൻ കൂടിയാണ് ഈ പത്തുമണിപ്പാടം. ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വെറൈറ്റികളും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഞങ്ങളെ DK ഫ്ലവേഴ്സ് എന്ന് പറയുന്ന 10 മണി ഗാർഡനാണിത്. വിവിധ ഇനങ്ങൾ 10 മണിച്ചെടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സിൻഡ്രല്ല, ജംബോ, പോട്ട്ലാക്ക, പഴ്സ്ലൈൻ, ടയാര എന്ന് പറഞ്ഞ പല വിഭാഗം ചെടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിലും ഇതിൻ്റെ ബാക്കിയുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് എൻ്റെ മകനാണ്, അതാ ഒരു അവൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 10ലാണ് പഠിക്കുന്നത്. പേര് കാശ്നാഥാണ്. ഇവിടെ നനയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമോ? പല്ല് പറിക്കാനൊക്കെ ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യും. തൂക്കാനും. അതെ അല്ലേ. എന്താണ് ഇതിനകത്ത് മെയിൻ പണി വരുന്നത്? വെള്ളം ഒഴിക്കല്, വളവിടിയില്, വളടല്, സ്പ്രേ ചെയ്യല്, പിന്നെ അതിന്റെ കളകള് പറിക്കല് അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യൂലേ? ഇവർ രണ്ടുപേരും ഭയങ്കര ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെയുണ്ട് 2 പിള്ളേര്. പൂക്കൾ ഇഷ്ടമായതുകൊണ്ട് ഇവരൊക്കെ എത്തൂലേ? അതെ അതെ അതെ. മോന്റെ പേര് പറഞ്ഞില്ലേ? ചന്ദ്രാപിന്നി തന്നെ. ഓക്കെ. ജംബോ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ്. ഇത് 10 വെറൈറ്റി ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. സിംഗിൾ കളറായിട്ടുള്ള വലിയ പൂക്കളായിരിക്കും. വലിയ പൂക്കളാണത്. ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ടല്ലേ? ഇതിൽ കളർ ചേഞ്ച് 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റി ഉണ്ടല്ലേ ഇതില്? ഈ ഭാഗം മൊത്തം അത് പിടിപ്പിച്ചിരിക്കുക അല്ലേ? അതെ അതെ അതെ. ഇതിലേതൊക്കെ മെയിൻ കളർ ചേട്ടാ വരുന്നത്? ഇതിലൊരു പിങ്ക് വരുന്നുണ്ട്, പിന്നെ മജന്ത, പിന്നെ വൈറ്റ്, റെഡ് കളർ ഉണ്ട്. അതല്ലേ. ഒരു 10 വെറൈറ്റി ഉണ്ട് അതിൽ. നമ്മൾ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ജൈവവളം ആദ്യം ഇടും. ചാണകപ്പൊടി ഇടും, എല്ലുപൊടി, സമൃദ്ധി എന്ന് പറഞ്ഞ വളം ചെയ്യുന്നുണ്ട്, പിന്നെ DIP, പിന്നെ ബെർമി കമ്പോസ്റ്റ്. ഇത്ര ഐറ്റംസിന് അടിവളമായിട്ട് കൊടുക്കണത്. ഇതിന് DIP മസ്റ്റ് ആയിട്ട് വേണം. ഫ്ലവറൊക്കെ നല്ല ഇത്ര ഗ്രോത്ത് ആയിട്ട് വരുന്നതിന് DIP നല്ല വളമാണ്. അത് എത്ര ദിവസം കൂടുമ്പോൾ കൊടുക്കുക? DIP ഒക്കെ അടിവളമായിട്ട്. അല്ലാതെ പിന്നെ വളം ഒന്നും കൊടുക്കില്ല? പിന്നെ വളം വേറെ ഇടില്ല. പിന്നെ ഒന്നും കൂടി ഫ്ലവർ ഇതാക്കണമെങ്കിൽ 19 സ്പ്രേ ചെയ്യും. അത് ഇത്ര കരുത്തിൽ വരുന്ന DIP ജൈവവളങ്ങളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അടിവളത്തിലാണ് കാര്യം. അടിവളമാണ് മെയിൻ. അത് കുറച്ച് സ്ഥലം വളം വലിക്കുള്ളൂ. ഇത് നട്ട എത്ര ദിവസം കൊണ്ട് പോവാവും? ഒരു 20 ദിവസം കൊണ്ട് ഫ്ലവർ ആവും. അതെ അല്ലേ. 35 ദിവസം കൊണ്ട് നമുക്ക് സെയിൽ ചെയ്യും ചെയ്യാം. അതെ അല്ലേ. ഇപ്പം ഇതിലേക്ക് ഇപ്പോൾ വരുന്ന കൃഷിക്കാരോട് എന്താ നമുക്ക് പറയാനുള്ള ജനറലായിട്ട്? ഇത് നല്ലൊരു വ്യവസായമാണ്. അത്യാവശ്യം പ്ലാൻ ചെയ്ത് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു. നമ്മൾ DTDC കൊറിയർ വഴിയാണ് അയച്ചത്. നമ്മൾ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അല്ലേ. നനയാണെങ്കിലോ? നനയാണെങ്കിൽ ഒരു നേരം നനയ്ക്കും, വൈകിട്ട് മാത്രം നനയ്ക്കുള്ളൂ. വെയിലുള്ള സമയത്ത് പ്ലാന്റ് ചെയ്ത സമയത്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 നേരം നനയ്ക്കും, കാലത്തും വൈകിട്ടും. ഇതൊരു സന്തോഷം കൂടിയാണല്ലേ മനസ്സിന്? അത് വളരെയധികം സന്തോഷമുള്ളതാണ്. പല കളറുകളുള്ളതുകൊണ്ട് മിക്ക ദിവസം ഓരോ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഭയങ്കര മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവും. അതെ അതെ അതെ. പിന്നെ ഇതിൽ നടക്കുമ്പോഴും വെയിലൊഴികെ ബാക്കി വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇത് സിൻഡ്രാന്ന് പറഞ്ഞ ചെടീന് ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തിന് വരണ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. സെൻട്രൽ തന്നെ കേട്ടാ. സെൻട്രലിലെ തന്നെ.
ഇത് ഒരുപാട് കളർ ഉണ്ട് അല്ലേ? ഒരുപാട് വെറൈറ്റി കളർ. ഇത് മൾട്ടി പെറ്റലാണ് ഈ സെൻട്രൽ. മൾട്ടിപ്പറ്റലിന് ഇത് ഒരുപാട് കാലം ഇങ്ങനെ, ഒരുപാട് കാലം വെച്ചാല് വെയില് ചുങ്ങിയാലും ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, വാട്ടൊന്നും സംഭവിക്കും. 10 മണിക്ക് വിരിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ടാവും. വൈകുന്നേരം വരെ നിൽക്കും. ഈ ഒരു ഐറ്റം മാത്രം അങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഐറ്റം മാത്രം. പിന്നെ ഇത് സെൻട്രേ തന്നെ വേറൊരു മഞ്ഞ ഐറ്റാണ്. ഇത് ഡബിൾ കളറിന്. ഇത് അതിന്റെ വേറൊരു വെറൈറ്റിയും കൂടി. ഇതും വൈകുന്നേരം വരെ ഇത് വൈകുന്നേരം വരെ ഇതുപോലെ തന്നെ നിൽക്കും. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുമിച്ച് എല്ലാം കൂടെ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. ഇത് 10 മണിയാകുമ്പോൾ തന്നെ വിരിയൂലേ? 10 മണിക്ക് തന്നെ വിരിയും. മഞ്ഞയും ആ ഓറഞ്ച് കളറും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. അടിപൊളിയാണ്. സെൻട്രലിലെ വേറൊരു വെറൈറ്റിന് ഇത് വയലറ്റ് ആണ്. സെൻട്രലിലെ തന്നെ വയലറ്റ് ആണ്. ഇത് ഇതും മൾട്ടിപെറ്റലാണ്. മൾട്ടിപെറ്റൽ തന്നെയാണ്. ഇതും വൈകുന്നേരം വരെ ഇതുപോലൊക്കെ തന്നെ നിൽക്കും. അതിന്റെ ഇത് സെൻട്രലിലെ വെള്ള വൈറ്റ് നല്ല വൈറ്റ് ആണ്. ഇത് പ്യൂർ വൈറ്റ് ആണ്. നല്ല വൈറ്റ്. ഇതാ പുറമേ ഉള്ള ആ ഒരു പെറ്റൽ മാത്രം വലുത്, ബാക്കി ഉള്ളിലത്തെ ചെറിയ പെറ്റൽ. അതാണ് സെൻട്രലിന്റെ പ്രത്യേകത അല്ലേ? ഇങ്ങനെ ആയിരിക്കും അല്ലേ? സെൻട്രല് റെഡ് ആണ്. ഇതും ഇതുപോലെ തന്നെ മൾട്ടി പെറ്റലാണ്. നിൽക്കുകയും ചെയ്യും.